ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇതേ മലറ്റുമല കയറാൻ പോവാണ്. ആ കാണുന്ന മലറ്റുമല ഞങ്ങളെല്ലാവരും 4 പേരും കൂടി ദൈവത്തിൽ ഭയങ്കര സ്പീഡിൽ പോകുന്നു. ഞങ്ങൾ മല കയറാൻ പോവാണ്. ഞങ്ങൾ ഇന്നൊരു മല കയറാൻ പോവാം. വെറും മലയല്ല, മലയാറ്റുമലയാണ്. ഞങ്ങൾ ഇന്ന് മല കയറാനുള്ള ആവേശത്തിലാണ് ദൈവം. നടന്നല്ല ബസ്സിന് ഞങ്ങൾ മലയാറ്റിലടി. ശനിയാഴ്ചയായിട്ടും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് 4 പേര് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോണേ. ആ ഒരു എക്സൈറ്റ്മെന്റ് എല്ലാവർക്കും. അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ 4 കൂട് മെഴുകുതിരൊക്കെ മേടിച്ച് പയ്യെ ഞങ്ങൾ അങ്ങനെ മേടിക്കും. കുറെ ചേച്ചിമാർ അവിടെ ഇരിക്കണ്ടായിരുന്നു ആ സൈഡില്. പക്ഷെ എല്ലാവരുടെയും നിന്ന് മേടിക്കൽ നടക്കണ കാര്യമല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചേച്ചിയുടെ മേടിച്ചു. താഴെ തോമാശ്രീയുടെ അടുത്തെത്തി ഒരു മെഴുകുതിരിയും കത്തിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ മലകയറ്റം തുടങ്ങിയപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ 1ാം സ്ഥാനം നോക്കി നടപ്പായി. എന്താ ഇത് 1ാം സ്ഥാനം ആവള്ള. നമ്മളങ്ങനെ പയ്യെ കയറി 3ാം സ്ഥാനമൊക്കെ ആവാറായപ്പോ ഒരു പട്ടി കയറി പോണ കണ്ട. എന്താ എനർജി ആ പട്ടിക്ക്. കൊതിയായിപ്പോയി ആ പട്ടി കയറണ കണ്ട. 14 സ്ഥലത്തും മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് മുത്തപ്പനെയും മനസ്സിലോർത്തന്നെ മല ചെറിയ നേർച്ച ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമാട്ടോ ഇത്. പടാതേ കിടക്കണം. നേരത്തെ കണ്ടാ പറ്റി 9ാം സ്ഥാനം എത്തിയപ്പോൾ ആള് നല്ല വിശ്രമത്തിലാണ്. ക്ഷീണിച്ച് പോയിണ്ടാവും പാവം. പറഞ്ഞിട്ടും കാര്യം മഴയുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ 1.5 മണിക്കൂർ അതിനെ ഏറ്റവും മേളിലെത്തി. മേളിലെത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര സമാധാനമായിരുന്നു. അപ്പൊ ഞങ്ങളിത് ഇവിടെ എത്തിയേക്കാം. ആന ചവിട്ടിയ മഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ അതൊരു പ്രത്യേക ഫീലാണ്. അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ച് പുറത്തേക്ക് നോക്കിക്കുമ്പോൾ നല്ല രസമായിരുന്നു. നല്ല ഫീൽ ഗുഡായിരുന്നു. ഫോണിൽ കാണാൻ വലിയ രസമില്ല, പക്ഷെ നേരിട്ട് കാണാൻ അടിപൊളി. പള്ളിയുടെ അകത്ത് കയറിയപ്പോൾ അവിടെ കുർബാനാണെന്നുണ്ട്. എന്റെ ജീവിതത്തിൽ കുറെ അത്ഭുതങ്ങൾ കാണിച്ചിരിക്കുന്ന ആളാണ് ഈ മുത്തപ്പൻ. കൊല്ലത്തിൽ 1 അതിന് കൂടുതലും ഞാൻ ഈ മല കയറാറുണ്ട്. ഇവിടെ വന്ന് ഈ കുരിശിനെ മുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര സമാധാനം. ഇവിടെ വന്ന് ഈ പാടയിൽ ഇരിക്കാനും നല്ല രസമാട്ടോ. നല്ല തണുത്ത കാറ്റ് വീശും. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ദയവ് ചെയ്ത് ഈ ക്ലാസ്സിൽ ആരും എഴുതോ വരിക്കുകയോ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു ആ ക്ലാസ്സിൽ എല്ലാവരും എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. എന്തായാലും ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യരുതെന്ന് പറയണോ അത് ചെയ്യും. ആ കാണാനാണ് തോമാശ്ലീഹയുടെ കാൽപാദം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്റെ ക്യാമറയുടെ പ്രശ്നമല്ലത്. ഞങ്ങൾ ഇറങ്ങാറായിപ്പിക്കും ഫുൾ കോടെ. അങ്ങനെ പയ്യെ മലയൊക്കെ ഇറങ്ങി ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.